ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അധ്യാപകരെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയൊക്കെ കുറിച്ചാണ്. കുട്ടികൾ ഈ പോക്ക് പോയാൽ കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ പഠിക്കാൻ അധ്യാപകർ എന്തിനാ? കുട്ടികൾക്ക് ചാറ്റ് ജിപിടിയും ജെമിനിയും ക്ലോഡും പെർപ്ലക്സിറ്റിയും ഇത്തരത്തിലുള്ള ടൂൾസൊക്കെ പോരെ? കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലിരുന്ന് പഠിച്ചുകൂടെ? ഇത്തരം ചർച്ചകളും ചിന്തകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ധാരാളം നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ടൊരു ചോദ്യം ഇതാണ്: അധ്യാപകരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ പോക്ക് പോയാൽ റീപ്ലേസ് ചെയ്യുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ എല്ലായിടത്തും കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് അധ്യാപകർ കോമ്പീറ്റ് ചെയ്യേണ്ടി വരില്ല. അധ്യാപകർ ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല അധ്യാപകൻ ചെയ്യുന്ന ജോലി ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഉദാഹരണത്തിന് പാഠഭാഗങ്ങളൊക്കെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനോ അതല്ലെങ്കിൽ വിശദീകരിച്ച് കൊടുക്കാനോ അതിൻ്റെ മുകളിൽ റിസർച്ച് നടത്താനോ ഒക്കെ AI ടൂൾസിന് സാധിക്കും. പക്ഷെ കുട്ടികളെ ഒരിക്കലും ഇൻസ്പയർ ചെയ്യിക്കാൻ AI ടൂൾസിന് പറ്റില്ല. അത് അധ്യാപകർക്കേ പറ്റൂ. അതുപോലെ മെൻറ്റർ ആവാൻ, വഴികാട്ടി ആവാനോ അതല്ലെങ്കിൽ കുട്ടികളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ മുന്നോട്ട് നയിക്കാനോ ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധിക്കില്ല. ഒരുപാട് AI ടൂൾസ് ഇന്ന് കുട്ടികളുടെ കയ്യിൽ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അവരിതിലെല്ലാം മാസ്റ്റേഴ്സാണ്. അവരത് വളരെ ഇഫക്റ്റീവാണ്. പക്ഷെ അത് അവർ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിനും പഠിക്കുന്നതിനും അതല്ലെങ്കിൽ ഉത്തരം കണ്ടെത്തുന്നതിനും ചോദ്യം ചോദിക്കുന്നതിനും കോൺസെപ്റ്റ്സ് ഒക്കെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നതിനൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരിക്കലും നല്ല അധ്യാപകന് പകരക്കാരനാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇപ്പോൾ ഒരു 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ദിവസം പഠനത്തിൽ വളരെ പിന്നിലായിട്ട് കാണപ്പെടുന്നു. അവൻ ഭയങ്കര ടെൻസ്ഡാണ്, അവൻ മൂടിയായിട്ടിരിക്കുന്നു, അവന് പഴയ സന്തോഷമില്ല, അവൻ കളിക്കുന്നില്ല, ചിരിക്കുന്നില്ല, ഓടുന്നില്ല, ചാടുന്നില്ല. അവൻ ഒട്ടും സ്മാർട്ട് അല്ലാത്ത രീതിയിൽ ഇരിക്കുന്നത് കണ്ടാൽ, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്മാർട്ട് അല്ലാത്ത രീതിയിൽ ഇരിക്കുന്നത് കണ്ടാൽ AI ടീച്ചറോട് ചോദിക്കുകയാണെന്ന് എന്താണ് ഇതിനൊരു പരിഹാരം ചോദിച്ചാൽ AI കൃത്യമായിട്ട് നിർദ്ദേശിക്കും. അവന് നല്ല മോട്ടിവേഷൻ വീഡിയോസൊക്കെ കൊടുക്കണം, അവന് ഏറ്റവും മികച്ച രീതിയിൽ ടൈം ടേബിളൊക്കെ തയ്യാറാക്കി കൊടുക്കണം, അവന് ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും പീർ ഗ്രൂപ്പിൽ നിന്ന് കിട്ടണം. ഇത്തരം കാര്യങ്ങളായിരിക്കും AI ടൂൾസ് നിർദ്ദേശിക്കുക, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർദ്ദേശിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. അതേസമയം ഇതേ പ്രശ്നം ഒരു യഥാർത്ഥ ടീച്ചറുടെ കയ്യിലാണ് വരുന്നതെങ്കിൽ ടീച്ചർ അവനെ ചേർത്ത് നിർത്തി ചോദിക്കും, എന്ത് പറ്റി മോനെ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യത്തിൽ കുട്ടിയുടെ ഹൃദയത്തിൽ തൊടുന്ന ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, ആ ഒരു ചോദ്യം ചോദിക്കാൻ AIക്ക് ഒരിക്കലും കഴിയില്ല. ചേർത്ത് നിർത്തി അവൻ്റെ കണ്ണ് തുടച്ചുകൊണ്ട് എന്താണ് നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഒരിക്കലും AIക്ക് കഴിയില്ല. അച്ഛൻ ആശുപത്രിയിലാണ് മിസ്സേ, ഞാനും അമ്മയും രാത്രി ആശുപത്രിയിലാണ് കിടന്നുറങ്ങുന്നത്, അതുകൊണ്ട് എനിക്ക് ഞാൻ വലിയ സമ്മർദ്ദത്തിലാണ്, അതാണ് എൻ്റെ പഠന പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമെന്ന് കുട്ടി പറയുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ ആർക്ക് സാധിക്കും? അത് പരിഹാരം കണ്ടെത്താൻ ടീച്ചർക്ക് സാധിക്കും. അപ്പോൾ ഇന്ന് AI ഒരിക്കലും ടീച്ചേഴ്സിന് റീപ്ലേസ് ചെയ്യില്ല, അത് ഒരു സംശയത്തിലും വേണ്ട. കാരണം ടീച്ചേഴ്സിന് മാത്രം പറ്റുന്ന ചില കാര്യങ്ങൾ, കാരണം കുട്ടിയുടെ ഹൃദയത്തിൽ തൊടാൻ ആർക്ക് സാധിക്കില്ല? പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ AIക്ക് സാധിക്കുമെങ്കിലും കുട്ടിയുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്യാനുള്ളൊരു കഴിവ് ഒരിക്കലും. പക്ഷെ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, AI അറിയാവുന്ന ടീച്ചേഴ്സും AI അറിയാത്ത ടീച്ചേഴ്സും അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് ഇനി മാറാൻ പോവുകയാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂള് വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ അധ്യാപനത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വിഭാഗം അധ്യാപകരുണ്ടാവും. അവർക്കേ പിടിച്ചു നിൽക്കാൻ പറ്റും. അതേസമയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂള് ഒട്ടും ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ അറിയാത്ത ടീച്ചേഴ്സിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മത്സരിക്കേണ്ട ഒരു യഥാർത്ഥ മത്സരം അവിടെയാണ് വരുന്നത്. AI അറിയാത്ത ടീച്ചേഴ്സും AI അറിയുന്ന ടീച്ചേഴ്സും തമ്മിലൊരു കോമ്പറ്റീഷനാണ് വരുന്നത്. ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നതിനും വീഡിയോസ് തയ്യാറാക്കുന്നതിനും പോസ്റ്റേഴ്സ് തയ്യാറാക്കുന്നതിനും ക്വസ്റ്റ്യൻ പേപ്പറുകൾ തയ്യാറാക്കുന്നതിനും അതേപോലെ തന്നെ റിസർച്ച് നടത്തുന്നതിനും ഏറ്റവും മികച്ച രീതിയിൽ മെറ്റീരിയൽസുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനൊക്കെ ടീച്ചേഴ്സിന് ഇന്ന് AI ഉപയോഗിക്കാം. ആ ടീച്ചേഴ്സ് ഒരുപാട് സമയം അവർക്ക് ലാഭിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്ക് ഗവേഷണം നടത്താൻ, ഓരോ പാഠഭാഗവും പഠിപ്പിക്കുന്നതിന് മുമ്പ് ഏറ്റവും മികച്ച രീതിയിൽ റിസർച്ച് നടത്താനൊക്കെ AI ടൂൾസിന് ഉപയോഗിക്കുന്ന ടീച്ചേഴ്സാണ് സ്മാർട്ടായിട്ടുള്ള ടീച്ചേഴ്സ്. ഇതറിയാത്ത ടീച്ചേഴ്സ് എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള AI ടൂൾസ് അറിയാത്ത ടീച്ചേഴ്സാണ് പുറത്താവാൻ പോകുന്നത്, ഔട്ട്ഡേറ്റഡ് ആവാൻ പോകുന്നത്. അപ്പോൾ ഒരു തരത്തിലും എൻ്റെ അഭിപ്രായത്തിൽ AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടീച്ചേഴ്സിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടീച്ചേഴ്സ് കൂടെ കൊണ്ടുപോകേണ്ടതാണ്. അവർക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. കുട്ടികളെ സ്മാർട്ടായിട്ട് കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതിൽ, അതും ഹൃദയം തൊട്ടുകൊണ്ട് കുട്ടികളെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കാൻ ടീച്ചർക്ക് AIയെ കൂടെ കൂട്ടാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൂടെ കൂട്ടാം. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മാത്രമായി കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ മാസ്റ്റർ ആവാൻ ഓരോ ടീച്ചറും ശ്രദ്ധിച്ചേ പറ്റൂ. നിരവധിയായ ടൂളുകൾ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ പ്രയോഗിക്കാം. കുട്ടികളുടെ മുന്നിൽ ഒരു സ്മാർട്ട് ടീച്ചറായിട്ട് മാറാം.